ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജീഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാനൊരു പുഴുക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ചെറുപയറും നേന്ത്രക്കായും വെച്ചിട്ടുള്ള ഒരു പുഴുക്കാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇവിടെ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു വലിയ കായ, പച്ചക്കായ, നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാം. നമ്മളിത് കുക്കറിലാണ് വേവിക്കുന്നത്. നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടയ്ക്കുക. ഏകദേശം 6 വിസിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് പുഴുക്കിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 പച്ചമുളക്, 4-5 ചെറിയുള്ളി, 2 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ വലിയ ജീരകം, അതായത് പെരിഞ്ജീരകം, ഫെനൽ സീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് പുഴുക്കൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗ കത്തിച്ച ശേഷം ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമ്മൾ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ചെറുപയറും നേന്ത്രക്കായും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. 2-3 മിനിറ്റ് നേരം നമ്മളിതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. തേങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് വരണം. ഇപ്പം തേങ്ങയും ചെറുപയറും എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിലുള്ള ഒരു ചെറുപയർ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കഞ്ഞിയോടൊപ്പം, ചോറിൻ്റെ കൂടെ, ചായയോടൊപ്പം ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്